വയനാട്ടിൽ അത്രയ്ക്ക് ഫേമസ് അല്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാത്ത സ്ഥലങ്ങളും ആക്ടിവിറ്റീസുകളുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നാച്ചുറൽ ബ്യൂട്ടിയായ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് വരുമ്പോൾ ഈ സ്പോട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വയനാട്ടിലെ ഭയങ്കര പോപ്പുലറായ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില സ്പോട്ടുകൾ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തത്. അതിൽ മിക്ക പ്ലേസുകളും എൻട്രി ഫീ ഒന്നും ഇല്ലാതെ തന്നെ പോയി കണ്ടുവരാൻ പറ്റുന്ന പ്ലേസുകളാണ്. ആൻഡ് വൈൽ വിസിറ്റിംഗ് ദീസ് പ്ലേസസ് ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. ഏക്കർ കണക്കിന് ഏരിയയിൽ പുല്ല് നട്ടുവെച്ചിരിക്കുന്ന ഒരു സ്പോട്ട്. സൺസെറ്റ് ടൈമിൽ നല്ല സ്കൈ ഒക്കെ ഉള്ളപ്പം വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. പശുവിനൊക്കെ തിന്നാനുള്ള പുല്ലാണ് ഇത് മൊത്തം. മീനങ്ങാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് അപ്പാടാണ് ഈ സ്പോട്ടുള്ളത്. വയനാട്ടിലെ ഏറ്റവും മനോഹരമായ മലനിരകളിൽ ഒന്നാണ് ബാണാസുര മലകൾ. എവിടെ നിന്ന് നോക്കിയാലും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ദാ ഇങ്ങനെ ബാണാസുര ഡാമിന്റെ സൈഡിൽ നിന്ന് കണ്ടാലോ. ഡാമിന്റെ അടുത്തുള്ള കുട്ടിയാംവയലിൽ നിന്നുള്ള വ്യൂ ആണിത്. ഡാമിന്റെ പരിസരത്തായി ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇവിടുന്നൊക്കെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ വേറെ ലെവലായിരിക്കും. ഡാമിലെ വെള്ളവും ചെറിയ ചെറിയ തുരുത്തുകളും എല്ലാം കൊണ്ട് ഒരു സെറ്റ് സ്ഥലം. ഒരുപാട് റിസോർട്ടുകളും ഈ ഒരു പരിസരത്തുണ്ട്. ചേകാടി എന്ന ഗ്രാമം ശരിക്കും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കർണാടക ബോർഡറിനോട് ചേർന്ന ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ നെല്ലൊക്കെ നട്ട് കുറച്ച് വളർന്നു നിൽക്കുന്ന ആ ഒരു ടൈമിൽ വരണം. ഫുള്ള് പച്ചപ്പായിരിക്കും. പിന്നെ വയലിന്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ മാടങ്ങൾ. വന്യജീവികൾ ഇറങ്ങുന്ന ഏരിയ ആണിത്, പ്രത്യേകിച്ച് ആനകൾ. കാടിന്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. അത് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പിന്നെ ദാ ഇവിടെയാണ് സുഖുവേട്ടൻ്റെ ചായക്കട ഉള്ളത്. കച്ചി കൊണ്ട് മേഞ്ഞ വിറകടുപ്പ് പുകയുന്ന, റേഡിയോയിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. കുറേ വർഷങ്ങൾ പിറകോട്ട് പോയ പോലെ തോന്നും ഇവിടെ വന്നിരിക്കുമ്പോൾ. ഒരു തേയിലത്തോട്ടം നിറയെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലോളം ലൈറ്റുകൾ ഇവിടെ ഉണ്ട്. സോളാർ പാനൽ യൂസ് ചെയ്താണ് ഇതിലേക്കുള്ള പവർ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. പണ്ട് പാലക്കയം തട്ടിലുണ്ടായിരുന്ന സെയിം ഐറ്റാണിത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. വയനാടൊക്കെ ചുറ്റി കണ്ട് രാത്രി റിസോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കയറി കാണാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ചുണ്ടേൽ ചേലോട് എസ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള ലാലാലാൻഡ് എന്ന പാർക്കിലെ ഫീൽഡ് ഓഫ് ലൈറ്റ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ ഈ ചേലോട് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കാറ്റാടിക്കുന്ന്. തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ കുറച്ച് പോയി വേണം അവിടെ എത്താൻ. നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ടായിരിക്കാം ഈ പേര് വന്നതും. ഇവിടുന്ന് ചെമ്പ്രയുടെ നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് നിൽക്കാൻ നേരത്തെ പറ്റുമായിരുന്നു, വിത്ത് പെർമിഷൻ ആണ് കേട്ടോ. ബട്ട് ഇപ്പം അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വയനാട്ടിലെ ഏറ്റവും വലിയ മലയായ ചെമ്പ്രയുടെ താഴ്വാരത്ത് കൂടി ഒരു സൈക്കിൾ യാത്ര, അതാണ് സർക്യൂട്ട് വീൽസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും ബ്യൂട്ടിഫുള്ളുമായ സൈക്ലിംഗ് ട്രെയിലാണിത്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് സൈക്കിൾ കൊണ്ട് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഡൗൺ ഹിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണിത്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ, ഇതാണ് ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ച. രാവിലെ 6 മണി മുതൽ ഇവിടുന്ന് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒരു വണ്ടിയിൽ നമ്മളെയും എടുത്ത് സൈക്കിളും കൊണ്ട് മലയുടെ ടോപ്പിലേക്ക് പോകും. അവിടുന്ന് സൈക്കിൾ ഓടിച്ച് ഇവർ സെറ്റ് ചെയ്ത ട്രെയിലിലൂടെ നമുക്ക് താഴേക്ക് വരാം. കൂടെ 2 ഗൈഡ്സും ഉണ്ടാവും. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ട്രാക്ക്. അതിൻ്റെ ഇടയിൽ ഒരു കിടിലൻ വ്യൂ പോയിന്റും ഉണ്ട്. 700 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 3 കിലോമീറ്റർ ദൂരം നമുക്ക് സൈക്കിൾ ഓടിച്ച് വരാൻ പറ്റും. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിൽ DQ ആദ്യം ബൈക്ക് ഓടിച്ച് വരുന്ന ആ ഒരു വഴിയാണിത്. ചെമ്പ്രയിലേക്ക് പോകുന്ന റോഡാണിത്. ഇതിലെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സർക്യൂട്ട് വീലിലേക്കും പോകുന്നത്. ഈ റോഡിൻ്റെ തൊട്ട് മുകളിൽ ചെറിയൊരു പാറയുണ്ട്. അവിടെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മാനന്തവാടിക്കടുത്ത് തൃശ്ശേരിയിൽ ഒരു വയലിൽ കണ്ട കാഴ്ചയാണിത്. കഥകളിയുടെ രൂപം വയലിൽ വരച്ചു വെച്ച പോലെ.
അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാ തവണയും ഇതേപോലെ ഓരോ കലാരൂപങ്ങളും ചെയ്യാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ വേറെ കളറിലുള്ള നെൽച്ചെടികൾ കറക്റ്റ് ഷേപ്പിൽ നട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. കപ്പലിൻ്റെ ഷേപ്പിൽ ഒരു വീട്, ചുറ്റും വെള്ളം, പാലമൊക്കെ കയറി വേണം വീട്ടിലെത്താൻ. മീനങ്ങാടിക്കടുത്ത് മൂന്നാനക്കുഴിയിലാണ് ഈ ഒരു വെറൈറ്റി വീടുള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആൻഡ് ഇതിൽ വീട്ടുകാർ താമസിക്കുന്നുമുണ്ട്. സോ അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചു വേണം കയറി ചെല്ലാൻ. റെസ്പെക്ട് ദെയർ പ്രൈവസി. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒറ്റ സ്ഥലത്ത് കിട്ടുന്ന സ്പോട്ട്, അതാണ് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക്. കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ, അതും ഡാമിൻ്റെ റിസർവോയറിൻ്റെ മുകളിൽ കൂടി. ഏറ്റവും ഹൈറ്റുള്ള ജയൻറ്റ് സ്വിംഗ്, സ്പേസ് ടവർ, ഫ്ലൈയിങ് ചെയർ, ട്വിസ്റ്റർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മിനി വണ്ടർല ഇൻ വയനാട്. പിന്നെ ഇതിനെല്ലാം എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് വന്ന് കണ്ടുപോകാനാണെങ്കിൽ ഡാമിലേക്കുള്ള എൻട്രി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. ഗാർഡനും പിന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസും പിന്നെ ആ ഡാമിൻ്റെ വ്യൂവും എല്ലാം കണ്ട് തിരിച്ചു വരാം. വയനാട്ടിൽ ട്രിപ്പ് വരുന്നവർക്കിടയിൽ അത്രയ്ക്ക് ഫേമസ് അല്ലാത്ത ഒരു സ്പോട്ടാണ് കൂടൽക്കടവ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മീൻപിടുത്താണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പല സ്ഥലത്തു നിന്നും മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വരാറുണ്ട്. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനുള്ള ആൾക്കാരുടെ ബഹളമായിരിക്കും ഇവിടെ. ഈ വെള്ളം വന്ന് ചാടുന്ന അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ്. ഒരുപാട് മുതലകളും ഉണ്ട് ഇവിടെ. കുറച്ചധികം സ്പോട്ടുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.